ആരാരെയാണ് പറ്റിച്ചത്? മുതലാളി തൊഴിലാളികളെയാണോ, അതോ കായിക മന്ത്രിയാണോ, അതോ CPM-നെയാണോ? ആരെയാണ് പറ്റിച്ചത് എന്നുള്ളതിന് ഇപ്പോഴും ഉത്തരവൊന്നുമില്ല. എല്ലാ ചാനലും വാരിയിട്ട് അലക്കുന്നുണ്ട്. അതിനിടയ്ക്ക് VD സതീശന്റെ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന്റെ സ്റ്റാഫിലുള്ളവർ MDMA-യുമായി പിടിയിലായി. ആ കാര്യം എന്താണ് മുഖ്യമന്ത്രി പറയാത്തത്? അതിലെന്താണ് വിശദീകരണം നൽകാത്തത്? ഇപ്പോഴത്തെ കായിക മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു മെഴുകലാണ്. മെസ്സി ചതിച്ച ആശാനെ എന്ന് നമ്മളൊക്കെ ട്രോളുകളിൽ കണ്ടതാണ്. ഇപ്പോഴും ഫുട്ബോൾ കഴിഞ്ഞു. മെസ്സി വരാത്തത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ മുഴുവൻ ധർമ്മസങ്കടത്തിലാക്കിയിരുന്നു, വിഷമത്തിലാക്കിയിരുന്നു. മെസ്സിയെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ മെസ്സി ഒരിടത്തും കളിക്കില്ല പറഞ്ഞ് നാവകത്തിടുന്നതിന് മുമ്പ് മെസ്സി മുംബൈയിൽ വന്ന് കളിച്ചിട്ട് പോയതും നമ്മൾ മുംബൈയിലോ കൊൽക്കത്തയിലുമാണ് വന്ന് കളിച്ചിട്ട് പോയത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ വന്നില്ലെങ്കിൽ മെസ്സി ഇന്ത്യയിൽ ഒരിടത്തും വരില്ല എന്ന് പറഞ്ഞു. എന്താ മുതലാളി ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നത്? മെസ്സി വന്നു, കളിച്ചു, കളി കണ്ടു, മെസ്സി പോവുകയും ചെയ്തു. എന്നിട്ട് മുതലാളി ഇപ്പോഴും കിടന്ന് മെഴുകുകയാണ്. മുതലാളി മാത്രമല്ല, മുതലാളിയുടെ തൊഴിലാളികളും കിടന്ന് ഇങ്ങനെ മെഴുകുകയാണ്. മനോരമ വാർത്ത ഇറക്കിയ ചാനലുകൾക്കെതിരെ കേസ് കൊടുക്കും. ഇതൊക്കെയാണ് മുതലാളി പറഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് കായിക മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, കായിക മന്ത്രി അറിഞ്ഞെന്ന് പറയുന്നു, ഇമെയിൽ വരുന്നു, പലരുടെയും പേരുകൾ പുറത്തു വരുന്നു. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. മുതലാളി പറയുന്നു ഞങ്ങളുടെ ക്രെഡിബിലിറ്റി. എന്താണ് സാർ ക്രെഡിബിലിറ്റി? അത് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങളുടെ തന്നെ ഇരിക്കട്ടെ. അർജന്റീന ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് നടന്ന തട്ടിപ്പ് വാർത്തകളിൽ നിറയുമ്പോൾ വിഷയത്തിൽ ഉരുണ്ടുകളിയും ന്യായീകരണവുമായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ. ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്നും തന്നെയും തന്റെ ചാനലിനെയും തകർക്കാൻ UDF-ഉം മലയാള മനോരമയും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയും എന്നാണ് ആന്റോ അഗസ്റ്റിന്റെ പുതിയ കണ്ടുപിടുത്തം. കഴിഞ്ഞ 8-ാം തീയതി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മനോരമയുടെ ഓഫീസിൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നുവെന്നും അതിന് പ്രത്യുപകാരമായിട്ടാണ് മനോരമ തനിക്കെതിരെ വാർത്ത നൽകിയതെന്നുമാണ് ആന്റോയുടെ കണ്ടെത്തൽ. പൊളിച്ച്. VD സതീശൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാതെ മുഖ്യമന്ത്രി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പം മനോരമ വിളിച്ച് കുറച്ച് ആഹാരം കൊടുത്തു. അതിൻ്റെ പ്രത്യുപകാരം മനോരമ കാണിച്ചതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യുപകാരം VD സതീശൻ കാണിച്ചതാണ് ഇപ്പോൾ കൊണ്ടുവന്ന ഈ നാടകങ്ങൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. മനോരമ കാലാകാലങ്ങളായി കേരളത്തിൽ പത്രമാധ്യമവും വിഷ്വൽ മാധ്യമവും നടത്തുന്ന ഒരു പത്രസ്ഥാപനവും ചാനൽ മാധ്യമ സ്ഥാപനവുമാണ്. നാളെ ഇതിനെ എതിരെ എന്തെങ്കിലും വന്നാൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും വ്യാജ വാർത്തകൾ ചമയ്ക്കാൻ കഴിയില്ല എന്ന് നന്നായി അറിയാവുന്ന മാധ്യമമാണ് മനോരമ. മനോരമയ്ക്ക് എന്തിനാണ് കള്ളം പറഞ്ഞ് എന്ത് നേടാനാണ് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. അതിനെ മുതലാളിയും മറുപടിയും പറയുന്നില്ല. തങ്ങളെ UDF സർക്കാരും പ്രതിപക്ഷവും വേട്ടയാടുകയാണെന്ന നിലവിളിയും ആന്റോ അഗസ്റ്റിൻ പങ്കുവയ്ക്കാൻ മറന്നില്ല. നരേന്ദ്രമോദിയോ CPM-ഓ തങ്ങളെ വേട്ടയാടിയിട്ടില്ല. ഇനി കേന്ദ്രത്തിലേക്ക് അന്വേഷണം പോകുമെന്ന് കണ്ടപ്പോൾ മോദിയെ വെള്ളം പൂശാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ മോദിയൊക്കെ പറയാനിനി ഒന്നുമില്ല. ഈ ജന്തർ മന്ദറിലെ സമരം വന്നപ്പോഴും വന്ദേ മാതരത്തിന്റെ പ്രശ്നം വന്നപ്പോഴും ഈ കർഷക സമരം വന്നപ്പോഴും CAA സമരം വന്നപ്പോഴും ഒക്കെ നരേന്ദ്രമോദിനെ പറയാനൊന്നുമില്ല. എന്തിനേറെ പറയുന്നു. അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തക നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു, ഞാൻ മാധ്യമങ്ങളെ വരെ തെറി വിളിക്കുന്നത് കണ്ടു. നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സ് കൂടിയെന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട്, എന്നിട്ട് കയ്യടിക്കുന്നു, ബഹളം വയ്ക്കുന്നു. ഇപ്പോൾ അന്വേഷണം കേന്ദ്രത്തിലേക്ക് പോകുമെന്ന് ഭയന്നുകൊണ്ട് ഇപ്പൊ നരേന്ദ്രമോദി CPM-ഓ തങ്ങളെ വേട്ടയാടിയിട്ടില്ല, സർക്കാർ അതിന് ശ്രമിക്കുന്നു എന്നാണ് മുതലാളിയുടെ. ഈ മുതലാളി എന്ന് പറയുന്നത് ആന്റോ അഗസ്റ്റിനാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. 126 കോടി രൂപ നഷ്ടപ്പെട്ടുവെങ്കിൽ അത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് മാത്രമാണ്. സർക്കാരിന്റെയോ ജനങ്ങളുടെയോ മനോരമയുടെ 1 രൂപ പോലും പോയിട്ടില്ല. തങ്ങളുടെ കാശ് പോയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന മട്ടിലാണ് ആന്റോ മുതലാളിയുടെ ചോദ്യങ്ങൾ. തങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടതിൽ നിലവിൽ കേസ് നടക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മെസ്സിയെ കൊണ്ടുവരാൻ പണം നൽകിയതിന് കയ്യിൽ കൃത്യമായ രേഖകളും തെളിവുമുണ്ടെന്നാണ് ആന്റോയുടെ വാദം. RBIയുടെയും കേന്ദ്ര കായിക ധനമന്ത്രാലയത്തിന്റെ പൂർണ്ണ അനുമതിയോടെയാണ് SBI വഴി പണമയച്ചത്. തങ്ങൾ പണമിടപാടുകൾ എല്ലാം നടത്തിയത് റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ്. അതായത് AFA, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിന്റെ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട്.
എല്ലാ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലും അനുമതിയുമോടെയാണ് നടന്നത്. AFIയുമായി കരാർ ഒപ്പിടാൻ റിപ്പോർട്ടറിന് അനുമതി നൽകിയത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രത്തിന് കത്തയച്ചതും സർക്കാരാണ്. ഇതിന്റെ എല്ലാ രേഖകളും സർക്കാരിന്റെ പക്കൽ ഉണ്ടായിട്ടും തങ്ങളെ മാത്രം കുറ്റക്കാരാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുമെന്ന് കേവലം വാർത്ത ഉണ്ടാക്കുകയായിരുന്നില്ല എന്നും AFA, അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ ഇത് പങ്കുവച്ചിരുന്നു എന്നും 2025 നവംബർ 17 AFA മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. 2024 ഡിസംബറിലാണ് റിപ്പോർട്ടറും AFAയും തമ്മിൽ കരാറുണ്ടാക്കിയത്. അർജന്റീന ടീമിനെ കൊണ്ടുവരിക എന്നത് സർക്കാരിന്റെ പ്രോജക്റ്റ് ആയിരുന്നുവെന്നും സർക്കാർ തന്നെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇങ്ങോട്ട് സമീപിച്ചതെന്നുമാണ് മുതലാളി പറയുന്നത്. എന്നാൽ കരാർ അനുസരിച്ചുള്ള സേവനങ്ങളോ മത്സരമോ നടന്നില്ലെന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ടീം വന്നില്ല, കളി നടന്നില്ല. നിലവിൽ അർജന്റീനയുടെ വരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്താരാഷ്ട്ര കായിക ട്രിബ്യൂണലിന്റെ പരിഗണനയിലാണെന്നും അവിടെ നിയമ പോരാട്ടം തുടരുകയാണെന്നും ഇതിനിടെ ഉയർന്നു വന്ന ഗോഡ് ആൻഡ് ഗ്ലോബൽ എന്ന കമ്പനിയെ കുറിച്ച് അറിവില്ല എന്നും ആൻഡോ പറയുന്നു. കരാർ ലംഘിച്ച AFIക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന കമ്പനി MD ഒടുവിൽ സകല കുറ്റവും UDF സർക്കാരിന്റെ മാധ്യമങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെച്ച് കൈ കഴുകാനുള്ള രീതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് കിടന്നങ്ങ് മെഴുകി അലക്കുകയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്നുള്ളത്. അതായത് മെസ്സി പന്ത് തട്ടയണമെങ്കിൽ ആൻഡോ മുതലാളിയോട് ചോദിക്കണം എന്നാണ് ആൻഡോ മുതലാളി ഇതിനു മുൻപൊക്കെ പറഞ്ഞത്. ഇപ്പോ എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ മുതലാളി ഇരുന്ന് അങ്ങ് മെഴുകുകയാണ്. എന്തായാലും ഇതിന്റെ വിവരങ്ങൾ എല്ലാ ചാനലും മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, പിന്നെ റിപ്പോർട്ടറിലല്ലേ ഇവർ ഇതാണല്ലോ ന്യൂസ് 18 അവർക്കൊപ്പമാണ്. കാരണം മുതലാളിയുടെ ബൈറ്റൊക്കെ രാവിലെ എടുത്തിട്ടേക്കുന്നുണ്ട് ന്യൂസ് 18. അതിനിടയ്ക്ക് മെസ്സി വരും കേട്ടോ എന്ന് കേരളത്തോട് പറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ കാര്യങ്ങൾ കേട്ടോ? സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു ഒരു സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ ശ്രമം നടന്നു. നമ്മുടെ മുൻ കായിക മന്ത്രിയുടെ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കായിക മന്ത്രി OJ ജനീഷ് രംഗത്തെത്തിയിരുന്നു. മെസ്സി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ആവോ എന്നുള്ളതാണ് ചോദ്യം. ഈ കേരളത്തിൽ ഈ മെസ്സിയുടെ പേരും പറഞ്ഞ് ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ മെസ്സി അറിഞ്ഞിട്ടുണ്ടോ? മെസ്സി അറിഞ്ഞാൽ ഇവരെ ആരെയും വെറുതെ വിടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെസ്സിയുടെ പേരും പറഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പുകൾ, മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ ആരാധകരെ മുഴുവൻ വെട്ടിലാക്കി അവരെയൊക്കെ പിന്നെ എന്താ പറയുക അവരെയൊക്കെ പരിഹസിച്ചും പുച്ഛിച്ചും ഒക്കെ നടന്നിട്ട് ഇന്നലെ മുതലാളി വന്നിരുന്നു പറയുന്നു, ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തവർക്കെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും, ഞങ്ങൾ അവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും. പക്ഷെ ഇതിന്റെ രേഖകൾ കാണിക്കാൻ പറ്റില്ല, അത് അന്താരാഷ്ട്ര ട്രിബ്യൂണലിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ രേഖകൾ കാണിക്കാൻ കഴിയില്ല എന്നാണ്. ഈ ക്രെഡിബിലിറ്റിയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത് ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾക്കുള്ളത് എന്ന് കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവകാശം മുതലാളിക്കുമുണ്ട്, അവിടുത്തെ തൊഴിലാളികൾക്കുമുണ്ട്. ആ ക്രെഡിബിലിറ്റിയുടെ കാര്യം കൂടി ഒന്ന് വെളിപ്പെടുത്തിയാൽ ഞങ്ങൾക്കറിയാമായിരുന്നു. 126 കോടി രൂപ മുതലാളിയുടെ വീട്ടിൽ നിന്നോ കമ്പനിയിൽ നിന്നോ ആരിൽ നിന്ന് നിങ്ങൾ കടം വാങ്ങി, അതൊക്കെ മുതലാളിയുടെ കാര്യം. ഇത് സർക്കാർ അറിഞ്ഞതാണോ? ഈ പണത്തിന് GST അടച്ചിട്ടുണ്ടോ? പിന്നെ ഈ പണം എന്തിനു വാങ്ങി, ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു, ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ ഈ കേരള സർക്കാരിന്റെ കൈകളിലുണ്ട്. അപ്പൊ അവരത് കൃത്യമായി അതിന്റെ അന്വേഷണം നടത്തും, അതിന്റെ കൃത്യമായ ഡാറ്റകൾ അവർ ശേഖരിക്കും, അത് പുറം ലോകത്തെത്തിക്കും. പലരും പഴയ പണിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം.